താഴെ ചൊവ്വ ഒരു മോളുണ്ട്. അവിടെ ഒരുപാട് കിച്ചൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വേസ്റ്റ് വാട്ടർ പോകുന്നത്, അല്ല സാർ, സൂവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഉള്ള വാട്ടർ, വേസ്റ്റ് വാട്ടർ മുഴുവൻ പോകുന്നത് അതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രക്സ് വന്നിട്ട് രാത്രി കൊണ്ടുപോകാറാണ് പതിവ്. അതിൻ്റെ അകത്ത് ഒരു ട്രക്ക് മറിഞ്ഞു. എന്നിട്ട് അത് മറിഞ്ഞത് വേറൊരാളുടെ പറമ്പിലേക്കാണ്. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടറിൻ്റെ സ്മെല്ല് വന്നിട്ട് അവർ FIR ഫയൽ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ വേസ്റ്റ് വാട്ടർ പോകുന്നുണ്ടെന്ന് പറയുന്നതിൽ എന്ത് സത്യമാണ്? അതായത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, അതല്ലേ ചോദ്യം? അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ ഈ ശുചിമുറി പ്രശ്നമുണ്ടോ സ്ത്രീകളെ സംബന്ധിച്ച്, കണ്ണൂർ ടൗണിനെ സംബന്ധിച്ച്? ഞങ്ങൾക്ക് ഇപ്പൊ ഞാനായാലും പുറത്തു പോയി കഴിഞ്ഞാൽ ആശങ്കയാണ്. ബാത്റൂം ഒരു പ്രോബ്ലം തന്നെയാണ് എപ്പോഴും. ശരി, ഷമാസ് മറുപടി പറയും. ഞാൻ ആദ്യം പറഞ്ഞ താഴെ ചുവയിലെ വിഷയം പറയാം. ഒന്ന്, ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, STP പ്ലാന്റ് താഴെ ചുവ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയിട്ടില്ല. അത് ഏത് ഡിവിഷനിലാണ് എന്നതിനെ കുറിച്ച്, അത് ഏറ്റവും ആദ്യം നടപ്പിലാക്കി മഞ്ചപ്പാലത്ത് ഏതൊക്കെ ഡിവിഷനിലാണ്, അതിന്റെ ഗുണഭോക്താക്കൾ, അത് ഏതിനാണ് അതിന്റെ ഗുണം ലഭിക്കുന്നതിനെ സംബന്ധിച്ചൊരു ധാരണ അക്കാര്യത്തിൽ വേണം. താഴെ ചുവ മേഖലയിൽ അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റോ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഒരു പദ്ധതിയോ ആ മേഖലയിൽ നടപ്പിലാക്കിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇവിടെ സി രഘുനാഥ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി. പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വന്നുകൊണ്ടേ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ച് രേഖ, വിവരാവകാശം ഒക്കെ എടുത്തുകൊണ്ടുവന്നു. ഞാൻ പറഞ്ഞുതരാം. 70 CCTV ക്യാമറ എന്ന് പറഞ്ഞു പഠിച്ചു വന്നുകൊണ്ട് അതിന്റെ കണക്ക് ലേശം തെറ്റിപ്പോയി. 90 CCTV ക്യാമറയാണ് ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞ 90 CCTV ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. 90 CCTV ക്യാമറ ഒന്ന് പോലും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ക്ഷമ കാണിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ 90 CCTV ക്യാമറ സ്ഥാപിച്ചത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിച്ച് പിഴ ഈടാക്കാനും കേസെടുക്കാനും ഒക്കെ തന്നെ വേണ്ടിയിട്ടാണ്. ഇഷ്ടം പോലെ കേസുകൾ, എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത കേസ്, മാലിന്യം വലിച്ചെറിഞ്ഞതിന്റെ പേര്. പിന്നെ ഞാൻ ഒന്ന് പറയാൻ എനിക്ക് സമയക്കുറവുണ്ട്, പറഞ്ഞോളൂ. ഈ പറഞ്ഞ മേയറുടെ മുറിയിലാണ് അതിന്റെ മോണിറ്റർ ഉള്ളത്. എന്തടിസ്ഥാനത്തിലാണ് ആ മുറി പോയിട്ടോന്ന് അറിയില്ല. സെക്രട്ടറിയുടെ മുറിയിലാണ് ഈ പറഞ്ഞ CCTV ക്യാമറയുടെ മുഴുവൻ നിരീക്ഷണവും നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മാലിന്യം വലിച്ചെറിഞ്ഞ ആളുകൾക്കെതിരെ, മാലിന്യം നിക്ഷേപിച്ച ആളുകൾക്കെതിരെ എത്രയോ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.